നമസ്കാരം. വളരെയധികം പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. വൺ മീൽ എ ഡേ അഥവാ ഒമാഡ്. നിങ്ങളിപ്പോൾ വളരെ സുപരിചിതമായ നിങ്ങൾക്കൊക്കെ പരിചിതമായ ഒരു വാക്കായിരിക്കും അല്ലേ, ഒമാഡ്. ഇപ്പോൾ വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണല്ലോ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 16 മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് 8 മണിക്കൂർ കൊണ്ട് ഭക്ഷണം ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ കഴിക്കുന്ന രീതിയാണ്. അപ്പോൾ ഈ 16 മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന സമയത്തെയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് വിൻഡോ ടൈം ആണത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ വളരെയധികം വീഡിയോയിൽ കൂടെ നിങ്ങളോട് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിനകത്ത് വൃത്തിയാക്കൽ, ശുചിയാക്കൽ, അതുപോലെ കോശങ്ങളുടെ റീജുവനേഷൻ, ഇവയൊക്കെ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ നടക്കും. അതുകൊണ്ട് തന്നെയും ഈ അസുഖങ്ങൾ, പലവിധ ജീവിതശൈലി രോഗങ്ങളും നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് സ്ഥിരമായി ചെയ്യുന്നവർക്ക്. വല്ലപ്പോഴും ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് പ്രീ റിക്വസിറ്റ്സ് ഈ ഒരു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അതായത് 16 മണിക്കൂർ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഓപ്ഷൻസ് എടുക്കാം. വൈകിട്ട് 6 മുതൽ രാവിലെ 10 മണി വരെയോ, അല്ലെങ്കിൽ വൈകിട്ട് 7 മുതൽ രാവിലെ 11 മണി വരെയോ, വൈകിട്ട് 8 മുതൽ രാവിലെ 12 മണി വരെയോ, അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമ്മളുടെ സൗകര്യാർത്ഥം അത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ സമയങ്ങളിൽ, ഈ ഫാസ്റ്റിംഗ് വിൻഡോ ടൈമിൽ ഭക്ഷണം ഒട്ടും കഴിക്കരുത്. ഭക്ഷണം എന്ന് പറയുന്നത് കലോറിഫിക് വാല്യൂ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്. ലെസ് ദാൻ 10 കലോറി പെർമിസിബിൾ ആണെന്നാണ് അവർ പറയുന്നത്. 10 മുതൽ 20 കലോറി വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല എന്ന് ഗവേഷണങ്ങൾ പറയുന്നു. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ കഴിക്കേണ്ടതെന്ന് പറയുമ്പോൾ ബ്ലാക്ക് ടീ, ഗ്രീൻ കോഫി, അതുപോലെ എന്തെങ്കിലും ലൈം ജ്യൂസ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് വിതൗട്ട് ഷുഗർ, സോൾട്ട് ഇടാം ലേശം, അതിന് സോൾട്ടിന് കലോറി ഇല്ലല്ലോ, ചെറിയ ഷുഗർ ശകലം വേണമെങ്കിൽ ചേർക്കാം. അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുമ്പോൾ മോങ് ഫ്രൂട്ട്, അതായത് കലോറി ഇല്ലാത്ത മധുരം ചേർക്കാം. കലോറിയുള്ള മധുരം ഒട്ടുമേ പാടില്ല. പിന്നെ നമ്മുടെ ബ്ലാക്ക് ടീ ഉപയോഗിക്കാം, കരിഞ്ജീരക ചായ, അതൊക്കെ കുഴപ്പമില്ല. 1 ടീസ്പൂൺ 1 ഗ്ലാസ് തിളച്ച വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നത്തിങ് വിൽ ഹാപ്പൻ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഫാസ്റ്റിംഗ് വിൻഡോ ടൈം കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു 1 മീൽ എ ഡേ എന്ന് പറയും, ചിലർ ഒരു ദിവസം ഒരു നേരമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കറക്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയുന്നത്. 1 മീൽ എ ഡേ എന്ന് പറയുമ്പോൾ 1 മണിക്കൂറിനകത്ത്, ഏകദേശം 55 മിനിറ്റിനകത്ത് നമുക്ക് മാക്സിമം ഭക്ഷണം കഴിക്കാമെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒട്ടും കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു 3 നേരം കഴിക്കേണ്ട ഭക്ഷണം നമുക്ക് ആ സമയത്ത് കഴിക്കാം. പക്ഷേ ഈ 1 മണിക്കൂറിനകത്ത് തന്നെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി വരികയും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാതെ ഇരിക്കുകയുമുള്ളൂ. എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രാവശ്യം ഇൻസുലിൻ നമ്മൾ ഭക്ഷണം കഴിക്കുമല്ലോ, ആ സമയത്ത് ഇൻസുലിൻ നമ്മുടെ പാൻക്രിയാസിൽ നിന്ന് പുറത്തു വരികയും ബ്ലഡിൽ നിൽക്കുകയും ചെയ്യും ഇങ്ങനെ. അപ്പോൾ കഴിക്കുന്ന അനുസരിച്ച് അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എങ്കിൽ കൂടിയും ഈ ഒരു പ്രാവശ്യം ഇതിങ്ങനെ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 55 മിനിറ്റ് വരെ അതേ ലെവലിൽ തന്നെ നിൽക്കുമെന്നാണ് പറയുന്നത്. അത് കൂടുതലാകില്ല. വീണ്ടും ഉടനെ നമ്മൾ ഭക്ഷണം കഴിച്ചാലും ഉടനെ വീണ്ടും പാൻക്രിയാസിൽ നിന്നും ഇൻസുലിൻ പുറപ്പെടുവിക്കില്ല എന്നുള്ള ഒരു തത്വത്തെ ബേസ് ചെയ്താണ് ഈ 1 മീൽ എ ഡേ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഈ 1 മണിക്കൂറിനകത്ത് നമുക്ക് 3 പ്രാവശ്യം ഭക്ഷണം കഴിക്കാം, 3 4 പ്രാവശ്യം ഭക്ഷണം കഴിക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ രീതിയിൽ എങ്ങനെ നമുക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്യാം, അത് വളരെ പ്രധാനമായിട്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് താമസിച്ചു പോയി. ഈ റംസാൻ ടൈമിൽ ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്ക് അതൊരു ഡയറ്റിംഗ് ഷെഡ്യൂളാക്കി എടുക്കാൻ ഇത് വളരെയേറെ സഹായിക്കും. അമിതമായ വണ്ണം ഉള്ളവർക്ക്, ഫാറ്റ് ലിവർ ഉള്ളവർക്ക്, ഡയബറ്റീസ് ഉള്ളവർ, ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ പ്രമേഹമുള്ളവർ ശ്രദ്ധിച്ചു വേണം, മരുന്ന് കഴിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. ഈ ഫാസ്റ്റിംഗ് ടൈമിലൊക്കെ അതൊന്ന് ശ്രദ്ധിച്ചു പോകണം. അല്ലാതുള്ളവർക്ക് ഈ ഒരു 3 നേരം എങ്ങനെ നമുക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വിഷയം തന്നെ.
അപ്പോൾ ഇതിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള റെസിപ്പികൾ തന്നെയാണ് കാണിക്കുന്നത്. എങ്കിൽ കൂടി നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഓർമ്മ വരും, മാഡം അന്ന് നേരത്തെ ചെയ്തിട്ടുള്ളതല്ലേ എന്നുള്ള ഓർമ്മ വരും. എങ്കിലും ഞാനതൊന്ന് ഓർമ്മിപ്പിച്ച് തരാം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അപ്പം ഈ റംസാൻ ടൈം ആയതുകൊണ്ട്, റംസാൻ എന്ന് പറയുമ്പം ഇപ്പം ഈ നോമ്പ് സമയമായതുകൊണ്ട് തീർച്ചയായും അത് കഴിക്കുന്നത് എങ്ങനെയാണ്, എല്ലാവരും വൈകിട്ട് 6 മണിക്ക് അല്ലേ നോമ്പ് തുറക്കുന്നു. അപ്പം ഞാൻ അത് വെച്ച് തന്നെ പറയാം. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കഴിക്കണം? അത് തീർച്ചയായിട്ടും അത് ഒരു നല്ല ഒരു വെജിറ്റബിൾ ജ്യൂസ്. ഇപ്പം വണ്ണം കുറയ്ക്കാനിരിക്കുന്നവർക്കാണ് ഞാനിത് പറയുന്നത്, അല്ലെങ്കിൽ അമിത വണ്ണം ഉള്ളവർക്ക് അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉള്ളവർക്കൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വെജിറ്റബിൾ ജ്യൂസ് പറയുന്നത്. അല്ലാത്തവർക്ക് ഒരു ഫ്രൂട്ട് ജ്യൂസ് മധുരമുള്ളത് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് വെജിറ്റബിൾ ജ്യൂസ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് നല്ല ഒരു ഫ്രഷ് വെജിറ്റബിൾ ജ്യൂസോ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസോ അവർക്കാവാം. അപ്പോൾ അപ്പം ഒരു ഡയറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അല്ലാതെ 1 മീലയുടെ ചിലർ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ളവർക്ക് ഫ്രൂട്ട് ജ്യൂസ് ആയാലും കുഴപ്പമില്ല. അപ്പം അതിന് ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ ജ്യൂസ് തക്കാളിയും, തക്കാളി ചേർത്തിട്ടുള്ള വെജിറ്റബിൾ ജ്യൂസാണ്. ഇതിനകത്ത് തക്കാളിയുണ്ട്, നാരങ്ങാ നീരുണ്ട്, ചിയാ സീഡുണ്ട്. ഇത്രയും നമ്മൾ ഒരു 2 തക്കാളി എടുത്ത് ഒരു അര നാരങ്ങ മതിയാവും. അര നാരങ്ങയുടെ ജ്യൂസും വെള്ളവും അതിൻ്റെ കൂടെ ചിയാ സീഡ് ഒരു ടേബിൾ സ്പൂൺ, അതായത് ഏകദേശം 15 ഗ്രാം ചിയാ സീഡും കൂടെ ചേർത്തിട്ടുണ്ടാക്കിയ ഒരു നല്ല വെജിറ്റബിൾ ഡ്രിങ്കാണ് ഈ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുടിക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. നല്ല ടേസ്റ്റ് ഉണ്ട്. തക്കാളിക്ക് നല്ല രുചിയാണല്ലോ, എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. തക്കാളിക്ക് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് മാത്രമേ ഇത് ഇഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ. നല്ല രുചിയുള്ളൊരു ഏറ്റവും നല്ല ഒരു ഫ്രൂട്ടാണ് തക്കാളി. അപ്പോൾ അത് ആദ്യം കുടിക്കുക. അത് ആദ്യം കുടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ഉടനെ തന്നെ നമുക്ക് അതപ്പോൾ നമുക്കൊരു ആപ്പിറ്റൈസർ പോലെയാണ്. അത് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാൻ പോകുന്നത് നട്ട്സ്, അസോർട്ടഡ് നട്ട്സ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നട്ട്സിനെ സ്നാക്ക് രൂപത്തിലുണ്ടാക്കാം. അതിനകത്ത് ബദാമും, ഇപ്പം ഇതിനകത്ത് ബദാമുണ്ട്, പൊരികടലയുണ്ട്, കപ്പലണ്ടിയുണ്ട്. ഇതിനകത്ത് വാൾനട്ട് ഇടാം, അല്ലെങ്കിൽ പിസ്ത ഇടാം. അവയൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് ഒരു കുപ്പിക്കകത്ത് ഇട്ടിട്ട് എല്ലാം ഒരു എന്താ പറയുക, ഒരു 50 ഗ്രാം വീതം എല്ലാത്തരം പൊരികടല, കപ്പലണ്ടി, ബദാം, വാൾനട്ട്സ്, അതുപോലെ പിസ്ത, എല്ലാ നട്ട്സും. പിന്നെ വേണമെങ്കിൽ സീഡ്സും ഇടാം. നമ്മുടെ സൺഫ്ലവർ സീഡ് ഇടാം, പംകിൻ സീഡ് ഇടാം, മെലൻ സീഡ് ഇടാം. എല്ലാം ഒരു പ്രത്യേക അനുപാതത്തിൽ ഒരു കുപ്പിക്കകത്ത് ഇട്ടിട്ട് ഇത്തിരി നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇല്ലേ, അതുകൂടെ ലേശം ഒഴിച്ചിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അതിനൊരു കോട്ടിങ് കൊടുക്കണം. കോട്ടിങ് കൊടുത്ത് കുലുക്കി വെച്ചാൽ മതി. കുലുക്കിയിട്ട് അതിനകത്ത് കുരുമുളക് പൊടിയും ലേശം ഉപ്പ്, ബ്ലാക്ക് സോൾട്ട്, അതിനൊരു നല്ല ഫ്ലേവറാണ്. ബ്ലാക്ക് സോൾട്ട് ചേർക്കാം. അതല്ല എങ്കിൽ പിന്നെ ചാറ്റ് മസാല ഉണ്ടല്ലോ, അതെന്തെങ്കിലും അതിനോടൊപ്പം ചേർക്കാം. അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു സ്നാക്കാണിത്. സ്നാക്ക് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു പറ്റുന്നത്ര ഇഷ്ടമുള്ളത്രയും ഒരു കൈപ്പിടി നിറച്ച്, കൈപ്പിടി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 30 ഗ്രാം, ഏകദേശം 30-40 ഗ്രാം നിങ്ങൾക്ക് കഴിക്കാം. അത് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക. അതിനോടൊപ്പം നമ്മുടെ മല്ലിച്ചായയും കരിഞ്ജീരക ചായ ഓർമ്മയുണ്ടല്ലോ, റെസിപ്പികൾ കിടപ്പുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് കുറയാനും ഫാറ്റി ലിവർ മാറാനും അമിതവണ്ണം മാത്രമല്ല ഈ പ്രമേഹം കുറയാനും BP കുറയാനും ഒക്കെ തന്നെയും നമുക്ക് നമ്മുടെ അടുക്കളയിലിരിക്കുന്ന പല വ്യഞ്ജനങ്ങൾ എല്ലാം തന്നെ ഉപയോഗിക്കാം. സുഗന്ധ വ്യഞ്ജനങ്ങൾ, പല വ്യഞ്ജനങ്ങളൊക്കെ ഉപയോഗിക്കാം. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. കരിഞ്ജീരകം ഏറ്റവും നല്ലത് മല്ലി കരിഞ്ജീരകം പോലെ തന്നെ, പക്ഷെ ഡൈജഷന് വളരെ സഹായിക്കും. നമ്മുടെ യൂറിൻ നന്നായിട്ട് പോകും. പിന്നെ എന്താ പറയുക, വെയിറ്റ് നന്നായിട്ട് കുറയ്ക്കാൻ ഏറെ സഹായിക്കുന്ന വളരെയധികം ഘടകങ്ങൾ ഉള്ളതാണ് ഈ മല്ലിച്ചായ. ഞാനിപ്പോൾ മല്ലിച്ചായ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ മല്ലിച്ചായ തയ്യാറാക്കുമ്പോൾ ഒരു 100 ഗ്രാം മല്ലിക്ക് 25 ഗ്രാം കരിഞ്ജീരകം, ഏലക്ക, ചുക്ക്, നല്ല ജീരകം, കറുവപ്പട്ട, ഉലുവ, ഇങ്ങനെ പല സാധനങ്ങളും ഇതിനകത്ത് ചേർത്തിട്ടാണ് നമ്മൾ ഇത് വറുത്ത് പൊടിച്ചുണ്ടാക്കുന്നത്. അത് വറുത്ത് പൊടിക്കുമ്പോൾ ഓരോന്നും വറുത്ത് അതിൻ്റെ ആ കറക്റ്റ് സമയത്ത് തന്നെ എടുക്കണം, അല്ലെങ്കിൽ ചിലത് കരിഞ്ഞു പോകും, ചിലത് മൂക്കാതെയും വരും. അപ്പം അതേ രീതിയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ 1 ഗ്ലാസ് തിളച്ച വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് കുടിക്കാം. ഒരു ബ്രൂയിങ് എന്ന് പറയും. അങ്ങനെ നമ്മൾ തയ്യാറാക്കിയതാണ് ഈ ഡ്രിങ്ക്, മല്ലിച്ചായ. അപ്പം
ഡയബറ്റീസ് ഇങ്ങനെയുള്ള ഒന്നും ഇല്ലാത്തവർക്ക് 1 മില്ലിയുടെ നോക്കേണ്ട വരും. ഇപ്പോൾ വെയിറ്റ് അത്ര വലിയ കുഴപ്പമില്ലാത്തവർക്ക് 1 മില്ലിയുടെ ഫോർ ഹെൽത്ത് ആസ്പെക്റ്റ് നമുക്ക് ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്നവർക്ക് ലേശം കരിപ്പെട്ടിയോ എന്തെങ്കിലും, ഞാനിതിനകത്ത് ഇച്ചിരി മധുരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നീ കുടിച്ചു നോക്കണമല്ലോ, അതുകൊണ്ട്. പിന്നെ ഈ രോഗങ്ങൾ, അതായത് ഇപ്പം പ്രമേഹമോ അല്ലെങ്കിൽ ഫാറ്റി ലിവറോ അമിതവണ്ണമോ ഒക്കെ ഉള്ളവർക്ക് മധുരം ചേർക്കാതെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ചുമ്മാതെ മല്ലിച്ചായ തയ്യാറാക്കി കഴിച്ചാൽ മതി. അപ്പം ഇതും അതിനോടൊപ്പം ഈ നമ്മുടെ നട്ട്സും കഴിക്കുക. അത് രണ്ടാമത്തെ ഫുഡാണ്. രണ്ടാമത് നമ്മൾ കഴിക്കേണ്ട അത് ഉടനെ ഒരു 15 മിനിറ്റിനകം ഈ ഡ്രിങ്ക് കുടിച്ച് ഉടനെ തന്നെ ഇത് കഴിക്കാം. അത് കുറച്ച് ഒരു 10-15 മിനിറ്റ് തന്നെ സമയം എടുത്തിട്ട് ഒരു കൈപ്പിടി അങ്ങ് കഴിക്കുക. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കേണ്ടത് ചിയാ സീഡ് ഓംലെറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിയാ സീഡ് ഓംലെറ്റ്. അപ്പോൾ ഇത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ ഈ 1 മില്ലിയുടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊരു അരമണിക്കൂർ ഇത് രണ്ടും കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലുള്ളതാണ്. നമ്മൾ ആദ്യത്തെ ഭക്ഷണം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ ലഞ്ച് കഴിക്കുന്നു, ഇനി ലഞ്ചുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിനല്ല, ഈ 1 മണിക്കൂറിനകത്ത് തന്നെ ഇതെല്ലാം കഴിക്കേണ്ടത് കേട്ടോ, അത് ഓർമ്മ വേണം. അപ്പോൾ ചിയാ സീഡ് ഓംലെറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. മുട്ട എടുക്കണം, നാടൻ മുട്ടയായിരിക്കും ഏറ്റവും നല്ലത്. അതിനോടൊപ്പം തക്കാളി വേണം, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിനോടൊപ്പം ചിയാ സീഡ് വെള്ളത്തിൽ കുതിർത്തത് 1 ടേബിൾ സ്പൂൺ വേണം. മുരിങ്ങയില അത്യാവശ്യം വേണം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കണം, അതല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇത്രയും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് പാത്രത്തിൽ ഒഴിച്ചിട്ട് തയ്യാറാക്കി, അതാണ് ചിയാ സീഡ് ഓംലെറ്റ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പേ വരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നെയ്യാവട്ടെ, ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മുരിങ്ങയില ആവട്ടെ, തക്കാളി ആവട്ടെ, അതുപോലെ തന്നെയാണ് മുട്ട. ഇതൊക്കെ 4-5 മണിക്കൂർ നമ്മുടെ വയറിനകത്ത് ദഹനം വളരെ സ്ലോ ആക്കിക്കൊണ്ടിരിക്കും. ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡാണ് ഇത് മുഴുവനും. അതുതന്നെ നല്ല രുചികരമായ ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഇത്രയും ടേസ്റ്റാണ് കേട്ടോ, ചുമ്മാതെ പറയുന്നതല്ല, നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. മുരിങ്ങയിലൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ചെല്ലാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ്. പിന്നെ ചിലർക്ക് മുരിങ്ങയില കഴിക്കുമ്പോൾ വയറിളകും, അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഞാൻ ഇപ്പം എനിക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല, ഇത് നാളെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കഴിക്കാനുള്ളതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിതങ്ങ് മാറ്റാം. ഇനി നമ്മൾ മെയിൻ മീലിലേക്ക് കടക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഏറ്റവും പ്രധാനമായിട്ട് മീനാണ്. മീൻ ഒരു 200-250 ഗ്രാം ഫിഷ് എടുക്കണം. ഫിഷ് എന്ന് പറഞ്ഞാൽ ഒരു അയലയൊക്കെ 2 അയല കഴിക്കാം. ഇതിനകത്തൊരു 4 വലിയ പീസ് അയല വെച്ചിട്ടുണ്ട് ഞാൻ ഇതിനകത്ത്. അതുപോലെ തന്നെ ഏകദേശം ഒരു 200 ഗ്രാം അവിയൽ എടുത്തിട്ടുണ്ട്. പിന്നെ ചോറ് 100 ഗ്രാമാണ്. നിങ്ങൾ ഓർക്കണം, ഈ കലോറിഫിക് വാല്യൂ കാർബോഹൈഡ്രേറ്റിൽ നിന്നും എത്ര കുറയ്ക്കുന്നു അത്രയും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും എന്നുള്ള വാസ്തവം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ അവിയൽ എന്ന് പറയുന്നതിനകത്ത് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നമ്പർ 1 മുരിങ്ങയ്ക്കയാണ്. ഏറ്റവും നല്ലോണം നാരുകളുള്ളതും ഒത്തിരി പോഷക ഗുണങ്ങളും ഉള്ളതാണ് മുരിങ്ങയ്ക്ക. അതിനോടൊപ്പം ചേർത്തിരിക്കുന്നത് ഏത്തക്കായുടെ തൊലിയാണ്. ഏറ്റവും കൂടുതൽ സോലുബിൾ ഫൈബേഴ്സും ഇൻസോലുബിൾ ഫൈബേഴ്സും ഒക്കെ നന്നായിട്ടുള്ള, നല്ല ശരീരത്തിന് ഒത്തിരി ഗുണങ്ങൾ ചെയ്യുന്ന അതാണ് ഏത്തക്കയുടെ തൊലി. പിന്നെ പ്രധാനമായിട്ട് കോവയ്ക്ക അറിയാമല്ലോ, അതുപോലെ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്, ഡയബറ്റീസ് ഒക്കെ കുറേ ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെയുള്ള വളരെയധികം നമ്മുടെ വയറിനും അതുപോലെ തന്നെ ലിവറിനും ഒക്കെ തന്നെയും വളരെയധികം പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഉള്ളതാണ് കോവയ്ക്ക. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്നത് അമരപ്പയറാണ്, ചീന അമരപ്പയർ. അതും ഇതുപോലെ തന്നെയാണ് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഫുഡ്, അതുപോലെ കലോറിഫിക് വാല്യൂ വളരെ കുറവ്, ഏറ്റവും കൂടുതൽ ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ്, പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുന്ന വളരെയധികം നാരുകളുള്ളതാണ് അമരപ്പയർ. പിന്നെ ഇതിനകത്ത് മുരിങ്ങയില, അങ്ങനെയുള്ള കറിവേപ്പില, നമ്മളുടെ അരപ്പറിയാലോ, അവിയലിൻ്റെ അരപ്പാണ്. കുറച്ച് തേങ്ങയും ചുവന്നുള്ളിയും അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കുറച്ച് നല്ല ജീരകവും ഒക്കെ കൂടെ വെച്ചിട്ട് പച്ചമുളക് കാന്താരി മുളക് ഇത്രയും കൂടെ അരച്ച് ഉണ്ടാക്കിയ
അവിയലിൻ്റെ കൂട്ടിലാണ് ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് വെർജിൻ കോക്കനട്ട് ഓയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവിയൽ. മീനാണെങ്കിൽ നിങ്ങൾക്ക് മുളക് കറിയും അല്ലെങ്കിൽ സമൻ കറിയോ വെച്ചിട്ട് കറിയുടെ രൂപത്തിൽ അപ്പോൾ അതിനകത്ത് തേങ്ങയും മറ്റുള്ള കറികളും അനുസാരികളൊക്കെ ചേർത്തിട്ട് വേണം മീൻ കറി ഉണ്ടാക്കാൻ. മീൻ കറിയായിട്ട് കഴിക്കുന്നതായിരിക്കും. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ അത്രയ്ക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഷാലോ ഫ്രൈയേ ചെയ്യാവൂ. ഡീപ് ഫ്രൈ ചെയ്ത് അതിൻ്റെ ഗുണം പോയി. മീൻ നല്ല പ്രോട്ടീൻ്റെ കലവറയാണ്. അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ളതാണ് അയല, മത്തി, ചൂര, കീരിച്ചാള, കൊഴിയാള വർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് കറിയുടെ രൂപത്തിൽ കഴിക്കുന്നതാണ് നമുക്ക് ഒമേഗ 3 നമ്മുടെ ബോഡിയിൽ ധാരാളം കിട്ടാൻ എളുപ്പം. പ്രോട്ടീൻ വളരെ കൂടുതൽ, ഇത് പ്രോട്ടീനാണ്. ഫിഷ് എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഇല്ല. അതുപോലെ അതിനകത്ത് ഒത്തിരി ന്യൂട്രിയൻസും ഉണ്ട്. നമുക്ക് അയൺ ഉണ്ട്, ഇതിൻ്റെ ബി കോംപ്ലക്സ്, മറ്റേ കാൽസ്യം, അങ്ങനെയുള്ള ഒമേഗ 3യും പ്രോട്ടീനുമാണ് എടുത്തു പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ഇത് കഴിക്കുക. ഇത് ചോറിനോട് താല്പര്യമുള്ളവർക്ക് ഒരു 100 ഗ്രാം ചോറ്. ഇത് ചോറെന്ന് പറയുന്നത് ഓർഗാനിക് റൈസാണ്. കബനി എന്ന് പറഞ്ഞ അരിയാണിത്. അല്ലെങ്കിൽ നമുക്ക് സ്വാദ് എടുക്കാം. അത് 50% തവിടുള്ളത്. അപ്പോൾ ഇതിന് കുറച്ച് വിലയാണെങ്കിലും പ്യുവർ ഓർഗാനിക് ആണ്. നല്ല രുചിയാണ് അതിന്. അപ്പോൾ ഈ ചോറ് വേണ്ടാത്തവർക്ക് ഇത് രണ്ടും കഴിച്ചാൽ മതി. ഞാൻ പല ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് ചോറ് കഴിക്കുക. ഫിഷ് നന്നായിട്ടുണ്ട്, ഫിഷും എന്തെങ്കിലും തോരനോ അല്ലെങ്കിൽ അവിയലോ കൂടെ എടുത്ത് കഴിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ പുറകെ പോകണ്ട. നമ്മുടെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റ് കൊടുക്കേണ്ടത് റൈസും മറ്റുള്ള ഗോതമ്പ് അല്ലെങ്കിൽ ചോളം അല്ലെങ്കിൽ ബാർലി അവയിൽ നിന്നല്ല, സീരിയൽസിൽ നിന്നല്ലാതെ വെജിറ്റബിൾസിൽ നിന്ന് വേണം നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അംശം അല്ലെങ്കിൽ ഈ കലോറി, ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇൻസുലിൻ സാവധാനം വെളിവരും. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് നമുക്ക് ശരീരത്തിന് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ കൂടി നിൽക്കും നമ്മുടെ ബ്ലഡിൽ, അല്ല ഇൻസുലിൻ കുറഞ്ഞിട്ടല്ല. അപ്പം അങ്ങനെ കൂടുതലായി നിൽക്കേണ്ട എങ്കിൽ നമ്മുടെ ശരീരത്തിന് എപ്പോഴും ഇൻസുലിൻ അതിൻ്റെ ആവശ്യത്തിന് വരികയും സെൻസിറ്റിവിറ്റി കൂടി നിൽക്കണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് നന്നായിട്ട് കുറയ്ക്കുക. അതുകൊണ്ട് ഈ 100 ഗ്രാം ചോറ്, വേവിച്ച ചോറാണ് 100 ഗ്രാം, വളരെ കുറച്ചേ കാണുള്ളൂ. ഈ ഒരു കൈയാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, ഇപ്പോൾ ഏത് പേഷ്യൻ്റ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത് ഞാനിതാ, ഇത്ര റൈസ്, വേവിച്ച റൈസ് കഴിക്കുക, ഇത്ര ഫിഷ് കഴിക്കുക, അല്ലെങ്കിൽ ചിക്കൻ കഴിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള മീൻ കഴിക്കുക, പിന്നെ വെജിറ്റബിൾ ഇത് ഇങ്ങനെ ഇരിക്കുന്ന. ഇനി നമുക്കൊരു സാലഡ് ഫോമിലും വെജിറ്റബിൾ കഴിക്കാം. അപ്പോൾ അതിന് സമയം കുറവായതുകൊണ്ട് ഞാൻ സാലഡ് എടുത്തില്ല. നമുക്ക് പിക്കിൾഡ് സാലഡ് കഴിക്കാം, അല്ലെങ്കിൽ സാധാരണ സാലഡ് കഴിക്കാം. അങ്ങനെ സാലഡ് കഴിക്കുകയാണെങ്കിൽ അത് ആദ്യം കഴിക്കണം, കഴിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ. പക്ഷേ ഇത്രയും കഴിക്കുമ്പോഴത്തേക്ക് ഒരു 1 ഫുൾ മീലയുടെ തീരും. അതുകൊണ്ടാണ്. അപ്പോൾ അത് കുക്ക് ചെയ്ത് ഫിഷും ഇതും റൈസുമായിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 55 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറിനകത്ത് ഈ 3 ഭക്ഷണം കഴിച്ച് വീണ്ടും സമയം കിടപ്പുണ്ടെങ്കിൽ കുറച്ച് സാലഡും കൂടെ കഴിക്കാവുന്നതാണ്. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും എന്നോട് വെജിറ്റേറിയൻസ് എന്ത് ചെയ്യും മാഡം എന്നൊരു ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയാം. വെജിറ്റേറിയൻസിന് ഫിഷിന് പകരം നന്നായിട്ട് പയറ്, കടല, അതുപോലെ തന്നെ ഗ്രീൻ പീസ്, ഇവയെല്ലാം കൂടെ നമുക്ക് എന്താ പറയുക, ഇതേ രീതിയിൽ തോരനോ അല്ലെങ്കിൽ കുറച്ച് മെഴുക്ക് പുരട്ടിയോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. ഈ അവിയലിനോടൊപ്പം അങ്ങനെ കഴിക്കാം. അതാണ് അവർക്കുള്ള ഓപ്ഷൻ. ഓക്കെ. അപ്പോൾ അവർക്ക് കഴിക്കാം. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്കൊരു പനീർ വെച്ചിട്ടൊക്കെ കറി ഉണ്ടാക്കി കഴിക്കാം. സ്ഥിരമായി കഴിക്കരുത്. കാരണം ഈ നമ്മുടെ പാലിനകത്തുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ വളരെ പ്രോബ്ലമാറ്റിക് ആണ്. ഇപ്പോഴത്തെ പാലിനകത്തുള്ള പ്രശ്നമാണ്. പാല് നല്ല വെച്ചൂർ പശുവിൻ്റെ പാൽ, അല്ലെ A2 കൗ, A2 മിൽക്ക്, ഇവയൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ എന്ന് വെച്ചാൽ അതിന് പുല്ല് കൊടുത്ത് വളർത്തുന്ന പശുവിൻ്റെ പാലിന് കുഴപ്പമില്ല. അത് വെച്ചിട്ടുള്ള പനീറാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ 1 മീൽ എ ഡേയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്ന വിഭവങ്ങൾ. നിങ്ങൾക്ക് താല്പര്യം ഉള്ളവർ ഇത് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഡൗട്ട്സ് ഇടാം, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഞാൻ ചെയ്യാറുണ്ടല്ലോ, നിങ്ങൾക്ക് റിപ്ലൈ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ഒക്കെ റെഗുലറായിട്ട് ഞാൻ വളരെ സമയമില്ലെങ്കിൽ കൂടിയും സമയമുണ്ടാക്കി അതെല്ലാം തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ എവിടെയെങ്കിലും അതിൻ്റെ ഇടയ്ക്കൂടെ ഓവർലുക്ക് ചെയ്ത് പോകുന്നെങ്കിലേ ഉള്ളത് എൻ്റെ എന്താ പറയുക, നമ്മൾ തിരക്കുകൊണ്ടായ അങ്ങനെ ആയി പോകുന്നത്. ഓക്കെ.
അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് 1 meal a day നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.